എല്ലാവർക്കും മല്ലൂഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് സിനിമകളിൽ നിന്ന് OTT റിലീസുണ്ട്. ഫൂട്ടേജ്, DNA, ഡൊമിനിക്, തങ്കമണി, ബാന്ദ്ര, രേഖാചിത്രം തുടങ്ങി ഒരുപാട് സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് വിടാമുയർച്ചി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അജിത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ് വിടാമുയർച്ചി. സിനിമ ഇതിനോടകം തന്നെ 100 കോടി ക്ലബിൽ ഇടം പിടിച്ചു. സിനിമ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ വിടാമുയർച്ചി എന്ന സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മാർച്ച് 10 നെറ്റ്ഫ്ലിക്സിൽ വിടാമുയർച്ചിയുടെ OTT റിലീസ് ഉണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. മഞ്ജു വാര്യരാണ് സിനിമയിലെ നായിക. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ഫൂട്ടേജിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുവരെ സിനിമയുടെ OTT ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ഫൂട്ടേജ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഫെബ്രുവരി തന്നെ റിലീസ് ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഫെബ്രുവരി 25 മുന്നേ ഫൂട്ടേജ് റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് മാക്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കന്നഡ ആക്ഷൻ മൂവിയാണ്. കിച്ച സുദീപാണ് സിനിമയിലെ നായകൻ. സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതെന്ന് രാത്രി 7:30 മാക്സ് എന്ന സിനിമ C5-ൽ പ്രീമിയറായിട്ട് വരികയാണ്. ഇന്ന് രാത്രിയോടെ സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് DNA. ഒരുപാട് താരങ്ങളുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. റായ് ലക്ഷ്മി, അന്ന റെജി, അസ്കർ, അജു വർഗീസ്, റിയാസ് ഖാൻ, സ്വാസിക ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ ഒരു ത്രില്ലർ സിനിമയുടെ OTT സൈനാപ്ലൈ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 20 മുന്നേ സൈനാപ്ലൈയിൽ DNA എന്ന സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് ഡൊമിനിക്കിന് ലഭിച്ചത്. മമ്മൂട്ടിയാണ് സിനിമയിലെ നായകൻ. അതുപോലെ ഗോകുൽ സുരേഷും അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് ഡൊമിനിക്. സിനിമ റിലീസായിട്ട് ഒരു മാസത്തിനുള്ളിലായിരിക്കും സിനിമയുടെ OTT. ഇപ്പോഴിതാ ഡൊമിനിക് OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ആമസോൺ പ്രൈമാണ് ഡൊമിനിക്കിന്റെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. മാർച്ച് 22 ഡൊമിനിക്കിന്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കുടുംബസ്ഥൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മികച്ച ഫാമിലി മൂവിയാണ്. ഗുഡ് നൈറ്റ് സിനിമയിലെ നായകനാണ് കുടുംബസ്ഥനിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 28 C5-ലാണ് കുടുംബസ്ഥൻ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ക്രൈം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് മോശമായ അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ധ്യാൻ ശ്രീനിവാസനാണ് സിനിമയിലെ നായകൻ. ഇപ്പോഴിതാ സൈനാപ്ലേ ക്രൈം എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 28 മുന്നേ ക്രൈം എന്ന സിനിമ സൈനാപ്ലൈയിൽ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് തങ്കമണി. കേരളത്തിലെ ഒരു റിയൽ സ്റ്റോറിയാണ് തങ്കമണി പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം തങ്കമണി സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. നിതാ പിള്ളൈ, ദിലീപാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ആമസോൺ പ്രൈമിലൂടെ ഫെബ്രുവരി 28 മുന്നേ തങ്കമണി എന്ന സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആരാധകർ കാത്തിരുന്ന് മടുത്തൊരു സിനിമയാണ് ഹണ്ട്. തിയേറ്ററുകളിൽ നല്ല റെസ്പോൺസാണ് ഹണ്ടിന് ലഭിച്ചത്. എന്നിട്ടും സിനിമയുടെ OTT വരുന്നില്ല. ഒരുപാട് നാളായി. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ഹണ്ട് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഈ മാസം തന്നെ വരുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ഫെബ്രുവരി 14 സർപ്രൈസ് ആയിട്ട് ഹണ്ട് വരുമെന്ന റിപ്പോർട്ട് നേരത്തെ ഉണ്ടായിരുന്നു. പിന്നീട് പോസ്റ്റ്പോൺ ചെയ്തു. ഫെബ്രുവരി 28 മുന്നേ ഹണ്ട് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഹലോ മമ്മി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ വിജയിച്ച ഒരു സിനിമയാണ് ഹലോ മമ്മി. കോമഡിയും ഹൊററും സിനിമയിലുണ്ട്. ഷറഫുദ്ദീൻ, ഐശ്വര്യ ലക്ഷ്മിയാണ് കേന്ദ്ര കഥാപാത്രമായി ഹലോ മമ്മിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ആമസോൺ പ്രൈമാണ് ഹലോ മമ്മിയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. റിലീസ് തീയതി ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഫെബ്രുവരി 25 ഹലോ മമ്മി ആമസോൺ പ്രൈമിൽ വരുമെന്ന റിപ്പോർട്ട് കാണാനുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് രേഖാചിത്രം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 2025 മലയാളത്തിൽ വിജയിച്ച ഒരു സിനിമയാണ് രേഖാചിത്രം. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ആസിഫ് അലി, അനശ്വര രാജനാണ് രേഖാചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ സോണി ലീവ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുണ്ട്. ഒഫീഷ്യൽ തീയതി സോണി ലീവ് പുറത്തുവിട്ടിരിക്കുകയാണ്. മാർച്ച് 7 സോണി ലീവിൽ രേഖാചിത്രം എന്ന സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദിലീപും തമനയുമാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമയുടെ OTT
ആമസോൺ പ്രൈം കഴിഞ്ഞ മാസങ്ങളിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കമ്മിങ് സൂൺ എന്ന പോസ്റ്ററും പുറത്തു വന്നു. ദിലീപും തമനയുമാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ മാസം തന്നെ ബാന്ദ്ര സിനിമ റിലീസാക്കുമെന്നാണ് ആമസോൺ പ്രൈം പറഞ്ഞിരിക്കുന്നത്. ഫെബ്രുവരി 25-ന് ആമസോൺ പ്രൈമിൽ ബാന്ദ്ര സിനിമ റിലീസാക്കിയേക്കും. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.